കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടത്തി. ഇലക്ഷൻ പൾസി എന്ന പേരുള്ള, അതായത് 2 മാസം കഴിഞ്ഞ ഇലക്ഷൻ ആണല്ലോ. അപ്പോൾ ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലാ ഇലക്ഷൻ എടുക്കുമ്പോഴും അവരൊരു സർവേ നടത്തും. അത് ആരാണ് ജനപ്രിയൻ, ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു സർവേ നടത്തി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ജനപ്രിയൻ, മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ജനപ്രിയൻ എന്ന്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്കാണ്. 48.5% പേര് രാഹുൽ ഗാന്ധി ജനപ്രിയനാണെന്ന് പറഞ്ഞു. വെറും 30.7% പേര് നരേന്ദ്രമോദി ജനപ്രിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ 20.8% പേര് വോട്ട് ചെയ്തത് അഭിപ്രായമില്ല മറ്റൊരാൾ എന്നാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഈ സർവേ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ തെറികേട്ടതാരാണെന്ന് പറയും ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന മനോരമയുടെ മുഖമായ ഒരു മാധ്യമപ്രവർത്തകയാണ്. അതായത് ഈ പരിപാടി തന്നെ പ്രസൻറ്റ് ചെയ്തത് ഒന്ന് അയ്യപ്പദാസും ഒന്ന് ഷാനി പ്രഭാകരനുമായിരുന്നു. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജോണി ലൂക്കോസും പിന്നെ വേറെ വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്തത് ഷാനി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇതുവരെ ഇല്ലാത്ത അത്രയും തെറി അഭിഷേകമാണ് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ. അതായത് ഇന്നലെ വൈകിട്ട് നോക്കുമ്പോൾ, ഇന്നലെ രാത്രി നോക്കുമ്പോൾ, ഇന്നലെ രാത്രിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ആ പബ്ലിഷ് ചെയ്ത സമയത്ത് നോക്കിയപ്പോൾ ഒരുപാട് കമൻറ്റ്സ് കണ്ടിരുന്നു. അതായത് പൂരത്തെറി എന്ന് വെച്ചാൽ നല്ല പച്ച കളർ ഒന്നാന്തരം തെറികളായിരുന്നു അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറേ അത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അവരെന്നെ ഇടപെട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം കഴിഞ്ഞ 2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് സമാനമായ ഒരു സർവേ നടത്തി. ആ സർവേയിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തത് 75% പേരാണ്. നരേന്ദ്രമോദിക്ക് കിട്ടിയത് വെറും 15% അന്ന് കിട്ടിയത്. അപ്പോൾ എന്താണ്ടായത്, 2024 നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു, സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ മനോരമയുടെ ഓഫീസിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എന്നൊക്കെയുള്ള അതിഗംഭീരമായ കമൻറ്റുകളാണ് അവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളത്തിൽ 50% ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതായത് അതിൽ തന്നെ 30% പേരും മുസ്ലിംസാണ്. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്ത് മോദിയെ പോലുള്ള ഒരാൾക്ക് 30% പേര് അതായത് ജനപ്രിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. BJP ഒരുപാട് മുന്നോട്ട് പോയി. അതായത് കഴിഞ്ഞ തവണ കിട്ടിയത് 15%. അതിൽ ഇരട്ടി വോട്ട് കിട്ടണമെങ്കിൽ BJPയുടെ വളർച്ച അതായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഷാനിയെ തെറിവിളിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഷാനിയാണ് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ടാഗ് ലൈൻ കൊടുക്കുന്നത്. അതായത് ആഞ്ഞടിച്ചു, രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. അതായത് ചില ആൾക്കാർക്ക് കമൻ്റ് ഇടും, അതായത് ഈ ഷാനിയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആഞ്ഞടിപ്പിക്കുന്നത്, തീയാളി രാഹുൽ, കൊടുങ്കാറ്റായി രാഹുൽ, അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ ഇല്ല. അതായത് ഇത്തരം സ്ക്രീൻഷോട്ടുകളൊക്കെ ഇങ്ങനെ ഈ ട്രോളന്മാരൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം ടാഗ് ലൈൻ കൊടുക്കുന്നതിന് പിന്നിൽ മനോരമയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം ഈ ഷാനി പ്രഭാകരനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരം ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരാണ് അതിന് പിന്നിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെറിയ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം പറയാം, ഇന്ത്യയിൽ കഴിഞ്ഞ 2019 ഇലക്ഷൻ്റെ സമയത്തും ഇത് സമാനമായ ഒരു സർവേ നടത്തി. ആ സമയത്ത് ആര് പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നത് 80% പേരും വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധിക്കാണ്. വെറും 9% വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് മത്സരിക്കാൻ വരുന്ന സമയത്ത് 2019 വന്നത് ആദ്യമായിട്ട്. അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള, അതായത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ചക്ക വീണ് മുയൽ ചത്തു എന്നുള്ള ഒരു സംഭവത്തിലാണ് വന്നതെന്ന് മനോരമക്കാർ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞ്, രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് എന്ത് തന്നെയായാലും BJP രണ്ടാമത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല. അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. നരേന്ദ്രമോദി എന്നത് താൽക്കാലിക പ്രതിഭാസമാണ്. എന്ത് തന്നെയായാലും 2019 കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയാകും എന്നൊക്കെയുള്ള ഒരു ഇന്റേണൽ റിപ്പോർട്ട് മനോരമയടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഈ വയനാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നാഷണൽ ലെവലിൽ എന്തെങ്കിലും കോൺഗ്രസിനെ എഫക്ട് ചെയ്യുന്നില്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു എൻക്വയറി നടത്തിയിരുന്നു. അതായത് അവിടുന്ന് നോർത്തിലാണല്ലോ കൂടുതൽ സീറ്റുള്ളത്. അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ദേശീയ തലത്തിൽ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ സ്റ്റഡി നടത്തുമ്പോൾ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനത്തേക്ക് ഉൾപ്പെടുന്ന സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ ഈ മനോരമ കൊടുത്ത റിപ്പോർട്ടിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് വാക്കുകൊടുത്ത ഒരു മാധ്യമ സ്ഥാപനമാണ് ഈ മനോരമ ന്യൂസ് ചാനൽ. അപ്പോൾ അതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചത്, അത്തരത്തിൽ നാഷണൽ ലെവലിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഡെസ്കിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ ഷാനി പ്രഭാകരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്കാണ് രാഹുൽ ഗാന്ധിയെ ഇത്രത്തോളം, രാഹുൽ ഗാന്ധിയുടെ അധപ്പതനത്തിനുണ്ടല്ലോ, രാഹുൽ ഗാന്ധി ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നമുണ്ടല്ലോ, അതിൽ നല്ലൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ഈ ഷാനി പ്രഭാകരൻ. അതായത് കേരളത്തിലെ കോൺഗ്രസിനെ തന്നെ ദേശീയ തലത്തിലേക്ക് നാട്ടിച്ചത് നാണം കെടുത്തതിന് പിന്നിൽ, അതായത് രാഹുൽ ഗാന്ധിൻ്റെ ആ ഒരു ബാഡ് പെർഫോമൻസ് ശരിക്കും, അതായത് ഒരു ലേസി ചെയ്ത് കൊടുത്തത് കേരളത്തിൽ നിന്ന് പോയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് അതുകൊണ്ടാണ് ഒന്നും നോക്കണ്ട, കണ്ണുമൂട്ടി ഇലക്ഷന് മത്സരിച്ചോ നിങ്ങൾ ജയിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന റിപ്പോർട്ടാണ് മനോരമ അടക്കമുള്ള ആൾക്കാർ കൊടുത്തത്. അപ്പോൾ ഈ ഷാനി പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന കുറച്ച് ഫേസുകളുണ്ട്. അതായത് ഒന്ന് സിന്ധു സൂര്യകുമാറാണ്, ഒന്ന് ഷാനി പ്രഭാകരനാണ്, ഒന്ന് നമ്മുടെ
സ്മൃതി പരുത്തിക്കാണ്. അപ്പോൾ ഇവരൊക്കെ ഒരേ സ്കെയിലുള്ള ആൾക്കാരാണ്. അതായത് ആൾക്കാർ ഒരേ സ്കെയിലിൽ വെറുക്കുന്ന ആൾക്കാരാണ് ഈ മൂന്ന് പേരും. അപ്പോൾ എന്തിനാലും വലിയ രീതിയിലുള്ള ട്രോള്, അതായത് നിങ്ങൾ ആ പരിപാടി കണ്ടാൽ മനസ്സിലാവും. ആ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രസൻറ്റ് ചെയ്ത അയ്യപ്പദാസും ഷാനി പ്രഭാകരാണ്. അവർക്ക് പോലും ചിരി വരുന്നുണ്ട്. അതായത് ഒരു ഉളുപ്പില്ലാതെയാണ് പറയുന്നത്. ജനപ്രിയനാണ് മറ്റേ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്തോ വലിയ സംഭവമാണ്. അതായത് ഷാനിനെ പറയുകയാണ് BJP പോലും സമ്മതിക്കും കേരളത്തിലെ രാഹുൽ ഗാന്ധി വലിയ സംഭവമാണ്. പിന്നെ രാഹുൽ ഗാന്ധിൻ്റെ പാർലമെൻറ്റിലെ ഇടപെടലുകൾ, അതായത് BJP നിരന്തരം വിമർശിക്കുന്നു, മറ്റേ പല BJPയെ പ്രതിരോധത്തിലാക്കുന്നു, BJPയെ ബാക്ക് ഫുട്ടിലാക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് രാഹുൽ ഗാന്ധി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വോട്ട് ചോരി ഇന്ത്യയിൽ ഭയങ്കര ട്രെൻഡായി. ഈ വോട്ട് ചോരിയൊക്കെ പറഞ്ഞിട്ട് ബീഹാറിലെ ഇലക്ഷനൊക്കെ എന്താ കോൺഗ്രസിന് കിട്ടിയത് വട്ടപൂജ്യമാണ്. വട്ടപൂജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടിയില്ല കോൺഗ്രസിന്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു മറ്റേ ബീഹാറിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഇതൊന്നും ജനങ്ങളത്തെ അത്ര വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. ഇയാളൊരു സീരിയസ് പൊളിറ്റീഷ്യനായിട്ട് ഇന്ത്യൻ ജനങ്ങൾ കാണുന്നില്ല. ഇയാൾക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടായയിൽ പോവുക, ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ തോക്കുക, പട്ടായ പോവുക, അവിടെ പോയിട്ട് റീചാർജ് ചെയ്ത് ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് വരിക. ഇതാണ് ഇയാൾക്ക് പറ്റിയ പരിപാടി. അപ്പോൾ ഇയാൾക്ക് പറഞ്ഞ പരിപാടിയല്ല പൊളിറ്റിക്സ്. ഇയാളൊരു ഗൗരവമുള്ള ഒരു സീരിയസ് പൊളിറ്റീഷ്യനായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ ഇയാളെ കാണുന്നില്ല. ഇപ്പോൾ തന്നെ അടുത്ത ഏകദേശം 2014 തൊട്ട് ഈ 2026 ലാസ്റ്റ് നടന്ന ഇലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ ഇലക്ഷനാണ്. ഈ ബീഹാർ ഇലക്ഷൻ വരെയുള്ള പരാജയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെഞ്ചുറി അടിക്കാനായി. ഇനിയിപ്പം 5 സംസ്ഥാനങ്ങളിലേക്ക് ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഇലക്ഷനിലേക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ അവരെ ഗുണം കൊണ്ടല്ല, ഈ പിണറായി വിജയനെ മടുത്ത് ഇവിടുത്തെ സഖാക്കന്മാരൊക്കെ മടുത്ത് അത്രയും വെറുപ്പ് സമ്പാദിച്ചു. അതുകൊണ്ടാണ് ജനങ്ങളൊരു മാറ്റത്തിനെ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ എന്താ പറയേണ്ടത് നല്ല പിള്ള ചമയലും അവന്മാർ നല്ലതായത് കൊണ്ടല്ല. അപ്പോൾ ഇവിടെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിലാണ് ഈ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ബംഗ്ലാദേശിലേക്ക് വലിയ രീതിയിലുള്ള ഹിന്ദു ന്യൂനപക്ഷ വേട്ട നടത്തിയ അത് മതരാജ്യം സ്ഥാപിക്കാൻ നടക്കുന്ന, ഇന്ത്യയിൽ ശരിയ ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വലിയ രീതിയിലുള്ള വർഗീയ വിഷം ചീറ്റുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആൾക്കാരൊക്കെ അവരെ വോട്ട് തന്നാൽ സ്വീകരിക്കും. അവർ അത്ര വിഷമുള്ള ഐറ്റമല്ല, അവർ നല്ല ജനാധിപത്യ ബോധമുള്ള ആൾക്കാരാണ് എന്നൊക്കെ VD സതീശനൊക്കെ പറഞ്ഞിപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ അവസ്ഥ അത് ഈ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതെ ഇവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഷാനി പ്രഭാകരനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കഴിഞ്ഞ ദിവസം VD സതീശന് ഇത് കൊടുത്തില്ലേ, മനോരമ ന്യൂസ് മേക്കർ, അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. അതായത് ഈ കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊന്നും ഒരു ഉളുപ്പുമില്ല. അതായത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളുകളികൾ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം A to Z കാര്യങ്ങൾ ഓരോരോ ആൾക്കാരും അറിയുന്ന ആൾക്കാർ വന്നിട്ട് ഇഴകീറി പരിശോധിച്ച് ഇത് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഈ ഇഷ്ടാക്കണക്കിന് ആൾക്കാരുണ്ട്. ആൾക്കാർ എപ്പോഴും എന്താണ് ആൾക്കാരുടെ വിരൽത്തുമ്പിൽ എല്ലാ കാര്യങ്ങളും, ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ സത്യാവസ്ഥ ആൾക്കാർ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണ് ഇവന്മാർ ഗിമ്മിക്കുകൾ കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇതിൽ തന്നെയാണ് ജനങ്ങൾ പൂരത്തെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം പച്ചത്തെറി. അതായത് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഷാനി പ്രഭാകരനാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ട് എല്ലാ ഇലക്ഷൻ എടുക്കുമ്പോഴൊക്കെ വിളിച്ച് ആഞ്ഞടിപ്പിക്കുന്ന ഒരു പുള്ളിക്കാരിയാണെന്ന്. അപ്പോൾ അതിലും നേച്ചകരമായ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. എന്ത് തന്നെയാലും ഈ ഒരു ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കോൺഗ്രസിനെ ബൂസ്റ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി വിട്ടുപണി ചെയ്യുന്ന ഈ മറ്റേ മാമൻ മാപ്പിളയുടെ ഈ മഞ്ഞപ്പത്രം ഉണ്ടല്ലോ, ശരിക്ക് ആൾക്കാർ മുമ്പിൽ എക്സ്പോസ്ഡായി. അതായത് അത്രയും കോമഡി റിയാക്ഷൻ ആയിരുന്നു അവരുടെ വീഡിയോ ഒക്കെ അടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ചൊറിയാതെ വയ്യ എന്ന് പറയുന്ന പരിപാടി അവതരിപ്പിക്കുന്ന ഷാനി പ്രഭാകരൻ ഒരു തവണ കൂടി നാട്ടുകാർ പൂര തെറി വിളിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഇലക്ഷൻ പൾസ് എന്ന് പറയുന്ന ഒരു സർവേയിലൂടെ നമുക്ക് കാണാൻ പറ്റിയത്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.